ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് പൈപ്പ് ഈസ് സ്യൂട്ടബിൾ ടു ബി യൂസ്ഡ് in case negative pressure ബ്രാക്കറ്റിൽ വാക്വം പ്രഷർ in case negative pressure bracket vacuum pressure is supposed to develop inside the pipe. Options. First option നമുക്ക് ഓരോന്ന് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ GI പൈപ്പ്. സെക്കൻഡ് പഠിച്ച എല്ലാ ഓപ്ഷൻസും നമുക്ക് എഴുതാം. സ്റ്റീൽ പൈപ്പ് ആണ്, ഇവര് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഹ്യൂം സ്റ്റീൽ പൈപ്പ്. സി RCC പൈപ്പ്. ഡി നൺ. ഇതൊരു MSQ ആണ്. ഇപ്പൊ ഗേറ്റുകാർക്ക് MSQ എടുക്കുക, AEക്കാർക്ക് MSQ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള ഉത്തരം എല്ലാം ചൂസ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ മാർക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പഠിച്ച സാധനം ആലോചിക്കുക. എന്താണ് ഈ നെഗറ്റീവ് പ്രഷർ സംഭവിക്കുമ്പോൾ പൈപ്പിന് നടക്കാൻ പോകുന്നത്? അപ്പൊ എല്ലാ കാര്യവും അങ്ങനെ ചിന്തിക്കേണ്ടത്. ഒരു സാധനം പറഞ്ഞാൽ പൈപ്പിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം. ഇനി അത് സംഭവിച്ചാൽ അത് സംഭവിക്കാതിരിക്കാൻ ശേഷിയുള്ള പൈപ്പ് ഏതെന്ന് നോക്കണം. അതായിരിക്കും ഇതിനകത്ത് ഉത്തരം. അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെ വേറൊരു രീതിയിൽ തലകറക്കി എന്ത് തന്നേക്കുവാണ്. അപ്പൊ നിങ്ങൾ ഇത് ആലോചിക്കുക, എഴുതുക. ഞാൻ അപ്പോഴത്തേക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊരു സാധനം എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതി ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് സംഭവം നടക്കുന്നതെന്ന്. കാരണം അത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നെഗറ്റീവ് പ്രഷർ, വാക്വം പ്രഷർ. ശരിക്കും ഇത് ഈവൻ ദോ നമ്മൾ കണ്ടതാ, എവിടെ നമ്മൾ ഫിൽട്രേഷനിൽ കണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ പ്രാക്ടിക്കലി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ ലേമാൻ ടേംസിൽ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഈ സാധനം നടക്കുന്നതെന്ന്. അതിന് ആണ് ഞാൻ കുപ്പി എടുക്കാൻ പോയത്. ഞാൻ കുപ്പി എടുത്തു. അപ്പോൾ ഈ കുപ്പിക്കകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിലവിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. കുപ്പിക്ക് അകത്ത് എയർ കയറുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കുപ്പി വരയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല. അതായത് കുപ്പി എൻ്റെ എന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ? എൻ്റെ പൈപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കുപ്പി. ഇപ്പം ഈ കുപ്പി എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ കൂടെ അകത്ത് ഹോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഓപ്പൺ ആണെങ്കിൽ, ഇവിടെ എല്ലാം ഓപ്പൺ ആണെങ്കിൽ എന്ത് പറ്റും? ഇതിനകത്ത് എന്തുണ്ട്? എയർ കയറുമല്ലോ. ഇതുവഴി എയർ കയറും. അപ്പൊ എയർ വെളിയിലേക്ക് തള്ളും. പുറത്തുനിന്നും എന്ത് തള്ളുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അപ്പൊ പുറത്തും അകത്തും എല്ലാം എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ഫ്ലോ ആണെന്നാ പറഞ്ഞത്? ഈ റോ വാട്ടറിൽ പ്രഷറൈസ്ഡ് ഫ്ലോ മീൻസ് ഇതിനകത്ത് എന്തായാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല. ഐഡിയൽ സിറ്റുവേഷനിൽ വെളിയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. വെളിയിൽ അഗെയിൻ മണ്ണിന്റെ മുകളിലാണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കും. അറ്റ്മോസ്ഫിയർ പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തൂടെ ഫ്ലൂയിഡ് പ്രഷറൈസ്ഡ് ആയിട്ടാണല്ലോ ഒഴുകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇതിനെ അകത്തുനിന്ന് വെളിയിലേക്ക് എന്ത് ചെയ്യും? ഒരു തള്ളിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അതിനെ നമ്മൾ എന്താ ഇന്റേണൽ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് എന്നൊക്കെ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ആ ടെൻസൈൽ ഫോഴ്സ് ഫീൽ ചെയ്യുന്നു പഠിച്ചത്. അപ്പൊ എന്തായാലും പ്രഷറൈസ്ഡ് ഫ്ലോ ആണ്. അപ്പൊ എന്തായാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല ഈ സാധനം. യൂഷ്വലി ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കാരണം ഈ ഒരു വെളിയിൽ നിന്ന് ഈ തള്ളുന്ന പ്രഷറിനേക്കാൾ കൂടുതൽ അകത്തുനിന്ന് തള്ളു വന്നാലല്ലേ ശരിക്കും ഇത് വലിഞ്ഞ് ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ ആവും എന്നുള്ള കാര്യം. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക. ഏതോ ഒരു സിറ്റുവേഷൻ എന്തായാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല അകത്തെന്ന് ഉറപ്പാണ്. യൂഷ്വലി അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലാണ് വരുന്നത്.
പക്ഷെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഈ പ്രഷർ എന്തായി, നെഗറ്റീവായി, അല്ലെങ്കിൽ വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആയി. ഈ നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത്, ഇപ്പോഴും പ്രഷറൈസ്ഡ് ഫ്ലോ തന്നെയാണ്, പക്ഷേ സംഭവിച്ചത് അത് മനസ്സിലാക്കാൻ ഞാൻ വെളിയിൽ നിന്നുള്ള പ്രഷറിന് ഇത്രയും വലിയ ആരോട് സംഭവിച്ചത് ഇപ്പോഴും പ്രഷറൈസ്ഡ് ഫ്ലോ ആണ്, പക്ഷെ അകത്ത് ഉള്ള പ്രഷർ എന്തായി, പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറഞ്ഞു. അതായത് ഞാൻ ആ ചെറുതായോണ്ട് ഞാൻ ചെറിയ ആരോയെ കാണിക്കുന്നുള്ളൂ. ഇത്രയും ചെറുതായിപ്പോയി. മീൻസ് ആരാ ഇപ്പൊ കൂടുതൽ, വെളിയിലുള്ള പ്രഷറാണ് കൂടുതൽ കമ്പയർഡ് ടു അകത്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ഇവരെ ഓടിച്ച് ഇങ്ങനെ ഞെരുക്കത്തില്ലേ? അതായത് ഇതിനെന്തോ ഇനി ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു കംപ്രഷൻ പോലെ. അല്ലെങ്കിൽ നമുക്കിത് പ്രാക്ടിക്കലി നോക്കാം. ഇതാണ് വെളിയിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ, അകത്തും ഇപ്പൊ എന്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ, കാരണം ഓപ്പണാ. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഇതിനകത്തുള്ള എയർ സക്ക് ചെയ്ത് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രഷർ എന്താവും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറയും. കാരണം എയർ എല്ലാം പോയി. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ വെളിയിൽ പോയി ഈ ഒരു കുപ്പിക്ക് എന്ത് പറ്റുമെന്ന് നോക്കാം. കുപ്പിക്ക് എന്ത് പറ്റുന്നോ അതേ സാധനമാണ് എന്തിന് പറ്റാൻ പോകുന്നത്, പൈപ്പിന് പറ്റാൻ പോകുന്നത്. എപ്പോ അകത്ത് നെഗറ്റീവ് പ്രഷർ ഉണ്ടായാൽ. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ നെഗറ്റീവ് ആയെന്നൊന്നും അല്ല അർത്ഥം. സിംപ്ലി എന്തോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവായെന്നേ ഉള്ളൂ. അതുകൂടെ എഴുതി വെച്ചോ ബ്രാക്കറ്റിൽ, പ്രഷർ ലെസ് ദാൻ PATM. അത് മാത്രമേ ഉള്ള അർത്ഥം നെഗറ്റീവ് പ്രഷറിന്. ഞാൻ സക്ക് ചെയ്ത് വെളിയിൽ കളഞ്ഞാൽ ഇതിനകത്ത് എയർ പോവും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാവും. അന്നേരം കുപ്പിക്ക് എന്തോ പറ്റുന്നതെന്ന് നോക്കാം. ആണ്ട എന്തോ പറ്റി, കുപ്പി ചളുങ്ങിയുണ്ടോ? ആ സെയിം സാധനം ആർക്കും പറ്റും, പൈപ്പിന് പറ്റും. അപ്പൊ അതാണ് നെഗറ്റീവ് പ്രഷർ ഉണ്ടായാൽ സംഭവിക്കും. ഇവിടെ ചോദിക്കുന്നത് നെഗറ്റീവ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ലേ. ആദ്യം ഞാൻ അനലൈസ് ചെയ്തത് പൈപ്പിൽ നെഗറ്റീവ് പ്രഷർ വന്നാൽ എന്ത് സംഭവിക്കും. ഇതുപോലെ പൈപ്പ് ചളുങ്ങിപ്പോവും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിൽക്കുന്നു, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറൈസ്ഡ് ഫ്ലോ ആണ് ഇതിനകത്തൂടെ നടക്കുന്നത്. യൂഷ്വലി അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലാണ്. ആ സമയത്താണ് നമ്മൾ ഇന്റേണൽ പ്രഷർ ആണ് വരുന്നത്, ടെൻഷൻ വരും എന്നെല്ലാം കണ്ടത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇവിടെയും പ്രഷറൈസ്ഡ് ഫ്ലോയാ, പക്ഷെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവ് വന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള പ്രഷർ എയർ സക്ക് ചെയ്ത് വെളിയിൽ കളയുന്നു, പ്രഷർ കുറയുന്നു അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ. അന്നേരം എന്ത് നടക്കുമെന്ന് പ്രാക്ടിക്കലി നമ്മൾ കാണുവാണ്. ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. എയർ ഫുള്ള് വെളിയിൽ പോയപ്പോൾ വീണ്ടും എന്ത് ഇതുപോലാണ് ഉണ്ടായത്. അപ്പൊ ഇതാണല്ലോ ഉണ്ടായത്. ഓക്കെ, അതായത് ഇത് വെളിയിൽ നിന്ന് ചളുങ്ങി ഇങ്ങനായി. ഓക്കെ, ഇങ്ങനാണ് എന്ത് സംഭവിക്കും, നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുമ്പോൾ പൈപ്പിന് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇത് ആർക്ക് തുല്യമാണെന്ന് നോക്കിയേ, ഈ സെയിം സാധനം. അപ്പൊ ശരിക്കും പൈപ്പ് ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ അകത്തേക്ക് ചളുങ്ങുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ളത്. ഓക്കെ, പക്ഷെ അങ്ങനെ നെഗറ്റീവ് പ്രഷറിനെ എതിർക്കാൻ ശേഷിയുള്ള ഒരു മെറ്റീരിയലും ഞാൻ എഴുതിയ ഒരു പൈപ്പിൽ ഞാൻ എഴുതിയിട്ടില്ല. ദിസ് മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ് നെഗറ്റീവ് പ്രഷർ എന്ന് ഒരിടത്ത് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെ നമ്മൾ പഠിച്ച ഒരു സാധനമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നേരത്തെ ചളുങ്ങിയതാണേ കുപ്പി. ഇനി കുപ്പിയെ ഞാൻ വെളിയിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ ആക്കിയാലും എന്തോ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ട അതേ പ്രതിഭാസമല്ലേ. കുപ്പി എങ്ങനെ ഇതുപോലെ ചളുങ്ങി. മീൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്ത, ഞാനിപ്പോ എന്തോ ചെയ്ത, കുപ്പിയെ വെളിയിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ചളുക്കി, മീൻസ് ക്രഷ് ചെയ്തു, അല്ലെങ്കിൽ കംപ്രഷൻ നടന്നു. കംപ്രഷൻ നടന്നപ്പോഴും എന്തോ സംഭവിച്ചത്, ഈ കുപ്പി ചളുങ്ങി. നേരത്തെ എയർ സക്ക് ചെയ്ത് അകത്തുള്ള പ്രഷർ നെഗറ്റീവ് പ്രഷർ ആയപ്പോഴും എന്തോ സംഭവിച്ചത്, കുപ്പി ചളുങ്ങി. അപ്പൊ രണ്ട് സംഭവിച്ചാലും ഇൻ എഫക്റ്റ് എന്തോ രണ്ടും ഒരേപോലെ. ഇപ്പൊ വെളിയിൽ ഒരു പ്രഷർ വന്ന് ചളുക്കാൻ നേരം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏത് പൈപ്പാണോ ഞാൻ ഉപയോഗിച്ചത്, അതേ പൈപ്പ് തന്നെ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാം, അകത്ത് നെഗറ്റീവ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാം. ഇനി വെളിയിൽ ഒരു ഫോഴ്സ് വന്നതിനെ ചളുക്കുന്നു, മീൻസ് അത് എന്ത് ഫോഴ്സാ, കംപ്രസീവ് സ്ട്രെസ് അല്ലേ അവിടെ നടക്കുന്നത്. കംപ്രസീവ് സ്ട്രെസ്സിനെ എതിർക്കാൻ ശേഷിയുള്ള ഏത് പൈപ്പാ പഠിച്ചത്, കംപ്രസീവ് സ്ട്രെസ്സിനെ എതിർക്കാൻ ശേഷിയുള്ള പൈപ്പ്. ആദ്യം തന്നെ ഒരാളെ പഠിച്ചു, ആരാ, കാസ്റ്റ് അയൺ ഓർ GI പൈപ്പ്. നമ്മൾ കണ്ടു എന്തോ ഇത്, ഇറ്റ് ഈസ് ഏബിൾ ടു റെസിസ്റ്റ് കംപ്രഷൻ, അല്ലെങ്കിൽ സ്ട്രോങ് ഇൻ കംപ്രഷൻ വീക്ക് ഇൻ ടെൻഷൻ. സ്റ്റീൽ പൈപ്പോ വീക്ക് ഇൻ കംപ്രഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ നെഗറ്റീവ് പ്രഷറിന് അത് പറ്റത്തില്ല. RCC പൈപ്പോ രണ്ടിലും സ്ട്രോങ്. അപ്പൊ ഇതും എന്തു, ഇറ്റ് ഈസ് ഓക്കെ. മീൻസ് ഇതിന്റെ ഉത്തരം എന്തു, ബോത്ത് A ആൻഡ് C. GI ഷീറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പൈപ്പ് അല്ലെങ്കിൽ RCC പൈപ്പ് രണ്ടിലും എന്തു കംപ്രഷനെ എതിർക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് പ്രഷർ ഇതിനകത്ത് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തു, ഇറ്റ് ഈസ് സിമിലർ ടു
സിമിലർ ടു എന്തു? കംപ്രഷൻ ഓൺലി. അപ്പൊ കംപ്രഷനിലെ പൈപ്പിനെ വെളിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചാക്കുമായിരുന്നെങ്കിൽ ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നത്? ഇതിനകത്ത് സംഭവിക്കുന്നത് ക്രോസ് സെക്ഷനിൽ വരച്ചാൽ എന്തോ ഇതിനകത്ത് അകത്തുനിന്ന് അകത്തേക്ക് വലിക്കുക. രണ്ടും എഫക്റ്റീവ്ലി എന്തോ സംഭവിക്കാൻ പോകുന്നത്? വെളിയിൽ നിന്ന് പിടിച്ച് ഞെരിക്കാലും അകത്തുനിന്ന് ഞാൻ ഊതി എയർ സക്ക് ചെയ്ത് കളയുമ്പോൾ പ്രഷർ കാരണം അകത്തേക്ക് വലിച്ച് ചുരുക്കിയാലും എന്തോ സംഭവിക്കുന്നത് രണ്ടും ഒരേ പ്രതിഭാസമാണ്. അപ്പൊ കംപ്രഷൻ സ്ട്രോങ് ഉള്ള ആരാണോ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ആർക്ക്? നെഗറ്റീവ് പ്രഷറിന്. ഇതിന് ശരിക്കും പറയുന്നത് ഇംപ്ലോഷൻ എന്ന്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ടൈറ്റാനിക്കിന്റെ ഇത് റിമെയിൻസ് കണ്ടെത്താൻ ഒരു സബ്മറൈൻ പോയിരുന്നു. അപ്പൊ അവിടെ ശരിക്കും എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് പൊട്ടിത്തെറി, ഇവിടുന്ന് പൊട്ടിത്തെറിച്ച് വെളിയിലേക്ക് വന്നത്. ഇംപ്ലോഷൻ ആണ് അവിടെ സംഭവിച്ചത്. അവിടെ എന്തോ സംഭവിച്ചത്? അടിയിലേക്ക് പോകുമ്പോൾ, വെള്ളത്തിന് അടിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം പ്രഷർ കൂടി വരും. പ്രഷർ കൂടി എന്ത് ചെയ്യും? ആ സാധനം ഇംപ്ലോഡ് ചെയ്തു, മീൻസ് അത് ചളുങ്ങി പോയി. അവിടെയും ഇങ്ങനെ സാധനം എന്ത്, ആ സബ്മറൈൻ ശരിക്കും ചളുങ്ങിയാണ് ആളുകൾ മരിച്ചത്. അപ്പൊ അത് ഞാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ ന്യൂസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഇതാണ്. പ്രാക്ടിക്കലി നെഗറ്റീവ് പ്രഷർ വന്നാൽ ആരോ ഉപയോഗിക്കാം. കംപ്രഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ആരോ ആണെങ്കിലും സെയിം പർപ്പസിന് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് എഴുതണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരതിനെ എങ്ങനെയെങ്കിലും തലതിരിച്ച് ചോദിക്കും. നമ്മൾ സിമ്പിൾ കംപ്രഷൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർ തല ഇറക്കി എന്താ ചോദിച്ചു? നെഗറ്റീവ് പ്രഷർ എന്ന് ചോദിച്ചുള്ളൂ. അതാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. അപ്പൊ ആ ഒരു ചോദ്യം കൂടെ അങ്ങനെ ഒരു ചോദിക്കാം എന്നൊരു സാധ്യത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഏത് എക്സാമിനും ആവാം. ചിലപ്പോൾ ഗേറ്റിന് 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ AJക്ക് ചോദിക്കാം, എവിടെയും ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇങ്ങനെയും പോസിബിലിറ്റീസ് ആർ ദെയർ. അമേസിംഗ് ആയ ഒരു അക്കാഡമിക് അനുഭവം പ്രേക്ഷകർക്ക് കിട്ടും. ഇനി പഠിക്കാം അമേസിംഗ് ആയി. അമേസ് അക്കാദമി.